ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും ക്രിസ്മസ് എക്സാമിനേഷൻ വളരെ ഭംഗിയായി എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ചില സബ്ജക്റ്റുകളെങ്കിലും +1 വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നതാണ് വാസ്തവം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ആദ്യമായി ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നവർ എന്ന രീതിയിൽ ചില സബ്ജക്റ്റുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മാത്തമാറ്റിക്സ് സബ്ജക്റ്റും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്ന ഒരു അഭിപ്രായമാണ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നിന്ന് പുറത്തുള്ളതും ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുമാണ് ചോദിച്ചത്. 1-2 ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുഴപ്പമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ പഠന രീതിയുടെ പ്രശ്നവും അല്ല എന്ന് ഉറപ്പിക്കാം. തീർച്ചയായും ഇത്തരം തെറ്റുകൾ ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത്. ഒത്തിരി പ്രാവശ്യം സൂക്ഷ്മ പരിശോധനയൊക്കെ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണ മിസ്റ്റേക്കുകൾ വരാറില്ല. ഈ വർഷം ഗ്രാഫുമായി ബന്ധപ്പെട്ടും മാച്ച് ദ ഫോളോയുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കുട്ടികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നാണ് വാസ്തവം. യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഇനിയും സമയമുണ്ട്, ഒരു 3 മാസമുണ്ട്. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ +1 മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എക്സാമിനേഷന്റെ തലേ ദിവസം മാത്രം പഠിച്ച് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായി പഠിക്കുക. തീർച്ചയായും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ്സസ് +1 2024 സിലബസിനെ ബേസ് ചെയ്ത് എല്ലാ പോർഷൻസും നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്യാപ്സൂൾ എന്ന രീതിയിൽ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പാസ്സാകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഷുവർ ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറച്ച് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കാം. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ വർഷത്തെ +1 ക്രിസ്മസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പലതും നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായ ഒരു ടെൻഷനിൽ പലതും നമ്മൾ മനസ്സിലാക്കിയത് മറന്നുപോയോ അല്ലെങ്കിൽ തെറ്റിച്ചോ എഴുതാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. For 2 sets A and B, A union B equal to A, if and only if 4 ഓപ്ഷൻ ഉണ്ട്. which one is the correct one? A union B equal to A എന്ന് പറഞ്ഞാൽ ബിയിലെ എല്ലാ എലമെന്റ്സ് ഇവിടെ ഉണ്ട്, എയിലുണ്ട് അല്ലെ. എയും ബിയിലെയും യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സ് എടുത്തെഴുതുക. അപ്പോൾ എ കിട്ടിയാൽ ബിയിലെ എല്ലാ എലമെന്റ്സ് ഇവിടെ ഉണ്ട്, എയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് എയുടെ എന്താണ്, സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് -1 1. നിങ്ങൾക്കറിയാം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ആദ്യം ഒരൊറ്റ എലമെന്റ് എഴുതുക, സെറ്റ് -1. അടുത്ത രണ്ടാമത്തെ സെറ്റ് 1. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുക അല്ലെ. 4 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ. റൈറ്റ് സെറ്റ് ബിൽഡർ ഫോം ഓഫ് സെറ്റ് 3 6 9 12 15. 3ന്റെ മൾട്ടിപ്പിൾസ്, മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് നമ്മൾ എങ്ങനെ എഴുതണം, x such that x equal to 3n, 3യുടെ ഗുണിതം, വേർ n എന്ന് പറയുന്നത് equal to 1 2 3 4 5 എന്ന് എഴുതിയാലും മതി. n എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ n ഈസ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വേർഡ്സിൽ എഴുതിയാലും ഓക്കെയാണ്. ആ ആശയം ശരിയാകുന്ന രീതിയിൽ എങ്ങനെ വേണോ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. So question number 2. Draw the graph of f of x equal to modulus of x plus 1 minus 1. Write its domain and range. സാധാരണ mod x plus 1, modulus of x minus 1 ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ mod x plus 1 then എന്താണ്, ഒരു -1 കൂടെ ചോദിച്ചു. അപ്പോൾ നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്ത് കാണാം, പക്ഷെ അല്ലാതെയും നമുക്ക് വരയ്ക്കാം. അതായത് നിങ്ങൾക്കറിയാം മോഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഷേപ്പ്. ഇപ്പൊ മോഡ് എക്സ് ആണെങ്കിൽ 0യിൽ എന്താണ്, ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പൊ മോഡുലസ് ഓഫ് x plus 1 ആണെങ്കിലോ x equal to -1ൽ ഒടിഞ്ഞു പോകും. അതായത് ഇങ്ങനെ വന്നിട്ട് -1ൽ ഒടിഞ്ഞു പോകും. അതാണ് മോഡുലസ് ഓഫ് x plus 1. അതിൽ നിന്ന് 1 യൂണിറ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, -1ൽ നിന്ന് താഴോട്ട് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് വി ഷേപ്പ് വരയ്ക്കുമ്പോൾ ആൻസർ ആയി.
യഥാർത്ഥത്തിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടെത്താം. ഇനി അല്ല എങ്കിൽ എക്സിന്റെ വാല്യൂസ് കുറച്ച് കൊടുക്കുക. ദെൻ ഈ ഫംഗ്ഷൻ മോഡ് എക്സ് പ്ലസ് 1 മൈനസ് 1 കറസ്പോണ്ടിങ് വാല്യൂ കാണുക. എക്സ് 0 ആകുമ്പോൾ മോഡ് 1 1 1 മൈനസ് 1 എന്താണ് 0. ഇത്തരത്തിൽ പോയിന്റുകൾ കണ്ടെത്തിയിട്ട് പ്ലോട്ട് ചെയ്ത് ട്രേസ് ചെയ്താലും ഈ ഗ്രാഫ് കിട്ടും. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എക്സ് വാല്യൂ, ഏത് എക്സ് വാല്യൂ എടുത്താലും നമുക്ക് ഇമേജ് കണ്ടെത്താൻ സാധിക്കും, ഗ്രാഫിൽ ഒരു പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. സോ ഡൊമൈൻ ക്യാപിറ്റൽ ആർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ, എവിടം മുതൽ എവിടം വരെ y വാല്യൂ കണ്ടോ, -1 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ. സോ ക്ലോസ്ഡ് ഇന്റർവൽ -1, ഇൻഫിനിറ്റി. നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് 2 sin 15 ഡിഗ്രി ഇൻറ്റു cos 15 ഡിഗ്രി. ഇതൊരു ഐഡന്റിറ്റിയാണ്. 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x. അപ്പൊ ആൻസർ എന്ത് വരും? sin 2 into 15. sin 2 into 15 എന്ന് പറഞ്ഞാൽ sin 30. sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2, which is the answer. നെക്സ്റ്റ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് cos 75 ഡിഗ്രി. 75നെ നമുക്ക് അറിയാവുന്ന ആംഗിൾസിന്റെ സമ്മോ ഡിഫറൻസോ ഒക്കെ എഴുതുക. That means 75 can be written as 45 plus 30. So cos 45 plus 30. Cos a plus b formula cos a cos b minus sin a sin b. So cos 45 into cos 30 minus sin 45 into sin 30. Cos 45 ന്റെ വാല്യൂ കൊടുക്കുക 1/√2. Cos 30 ന്റെ √3/2. sin 45 1/√2. sin 30 1/2. ഡിനോമിനേറ്റർ സെയിം. but 2√2 അതുപോലെ മേളത്തത് √3 minus 1. So answer √3 minus 1 by 2√2. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. എന്നാൽ അടുത്തത് ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, എന്നാൽ ഒരു മിനിമം സെൻസ് ഉള്ള ഒരു കുട്ടിക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി. 5c4 plus 5c3 equal to nc4 then n equal to. നിങ്ങൾ കാൽക്കുലേറ്ററിൽ 5c4ന്റെ വാല്യൂ കാണുക, 5 കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. 5c3 കാണുക, 15 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20. അപ്പൊ 20 ഈക്വൽ ടു nc4. അപ്പോൾ ഏത് വാല്യൂ ആണ് 20? എന്നിനെന്തായാലും നമുക്ക് 1 കൊടുക്കാൻ പറ്റത്തില്ല, 2 കൊടുക്കാൻ പറ്റില്ല, 3 കൊടുക്കാൻ പറ്റത്തില്ല, 4 മുതൽ കൊടുക്കാം. 4c4 20 അല്ല, 5c4 എന്താണ് ചെയ്തു നോക്കുമ്പോൾ 20 അല്ല, പിന്നെ എന്താണ് 6c4. കാൽക്കുലേറ്റർ കൊടുത്താൽ 20 എന്ന് കിട്ടും. സോ നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ n ഈക്വൽ ടു 6. അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ കാണാം. അല്ല എങ്കിൽ ഈ പ്രോപ്പർട്ടി ഓർത്തിരിക്കണം. ടെക്സ്റ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു n+1 CR. ആ രീതിയിലാണ് ഈ ഇക്വേഷൻ ഇരിക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ n+1 5+1 n ഈക്വൽ ടു 6 എന്ന് വരും. ആ പ്രോപ്പർട്ടി മറന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എക്സാമിനേഷൻ സമയത്ത് ഇതൊക്കെ ചിന്ത മനസ്സിലേക്ക് വരണം, അതാണ് വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് നോ 2 ബോയ്സ് ആർ ടുഗദർ? 2 ബോയ്സ് അടുത്തടുത്ത് വരാത്ത രീതിയിൽ 5 ഗേൾസിനെയും 3 ബോയ്സിനെയും എങ്ങനെ ഒരു വരിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? സോ നമുക്ക് ഈ ബോയ്സിന്റെ പ്ലേസ് ആണ് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ബോക്സ്. ഗേൾസിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഗേൾസ് 5 പേരുണ്ട്. ഈ 5 ഗേൾസിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? അല്ലെ, ഈ G1 ഇങ്ങോട്ട് വരാം, G2 ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാമല്ലോ. അപ്പൊ 5 ഗേൾസ് ഉണ്ട് അല്ലെ, 5p5 ബേസിൽ ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ. 5 ഗേൾസ് ഉണ്ട്, 5 ബോക്സ് ഉണ്ട്. എത്ര രീതിയിൽ ചെയ്യാം? 5p5, അതായത് 5 ഫാക്ടോറിയൽ ബേസ്, ദാറ്റ് ഈസ് 120. ഇനി ഒഴിഞ്ഞ ബോക്സ് എത്രയാണ്? 6 ബോക്സ് ഉണ്ട്. അവിടെയാണ് ബോയ്സിനെ ഇരുത്തേണ്ടത്. എത്ര ബോയ്സാ ഉള്ളേ? 3 ബോയ്സ്. സോ 6 ബോയ്സ് ഉണ്ട്, 3 ബോക്സ് ഉണ്ട്. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6p3 ബേസിൽ. So that is 120. So by fundamental principle of counting, total arrangements equal to ഇത് into ഇത് 120 into 120. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്തതും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെക്സ്റ്റിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. How many terms of the GP 3, 3/2, 3/4, etc. are needed to give the sum 3069 by 512? ഇതൊരു GP ആണ്. ഫസ്റ്റ് ടേം എന്താണ്? 3. കോമൺ റേഷ്യോ എന്താണ്? 1/2. മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പൊ n ടേംസിന്റെ സം തന്നിട്ടുണ്ട്. അപ്പൊ Sn തന്നിട്ടുണ്ട്. സം കാണുന്ന ഫോർമുല a into 1 minus r raised to n by 1 minus r equal to തന്നിട്ടുണ്ട്. ഇനി നമ്മൾ r-ന് വാല്യൂ കൊടുക്കുക, a-ക്ക് വാല്യൂ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സിംപ്ലിഫിക്കേഷൻ. അത് എഴുതി പഠിക്കുക. കുറച്ച് പണിയുണ്ട് സിംപ്ലിഫിക്കേഷൻ. വിശദമായി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1/2 the whole raised to n equal to this one 1/1024. ഈ 1024 എന്ന് പറഞ്ഞാൽ 2 raised to 10. അപ്പൊ ഇതിനെ 1/2 raised to 10 എന്ന് എഴുതാം. സോ എന്ത് കിട്ടും? n equal to 10 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തികച്ചും ഒരു
അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ആരും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻ, ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ. തീർച്ചയായും 8 ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ എനി 6. അതിൽ 1-2 ക്വസ്റ്റ്യൻ ടഫായാലും എല്ലാം പഠിച്ച കുട്ടികൾക്ക് അതൊരു പ്രശ്നമേ അല്ല, ഫുൾ മാർക്ക് നേടാൻ അതൊരു തടസ്സവുമല്ല. ഓക്കെ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് equidistant from the parallel lines. ഈ 2 ലൈൻസും പാരലൽ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആ ലൈനിൽ നിന്ന് ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസും ആ ലൈനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് ആണ് x1 y1 എന്നിരിക്കട്ടെ. എങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഫോർമുല അറിയത്തില്ലേ? x1 y1. ആ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ax1 + by1 + c by root of s² + b². അപ്പോൾ 9x1 + 6y1 - 1 by root of 9² + 6². അതേപോലെ x1 y1 ൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ എന്ത് കിട്ടും? ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 3x1 + 2y1 + 6 by root of 3² + 2². ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ രണ്ടും ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയ ഒരു സിംപ്ലിഫിക്കേഷൻ, ന്യൂമറേറ്റർ അതുപോലെ ഇവിടെ √117 എന്ന് കിട്ടും, ഇവിടെ √13. ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം 9 × 13 9 × 13 117. അപ്പൊ 9 ന്റെ റൂട്ട് 3 വെളിയിൽ 1 3√13, ഇവിടെ √13. ഈ √13ഉം ഈ √13ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9x1 + 6y1 - 7 by 3 ഈക്വൽ ടു ഇവിടെ 3x1 + 2y1 + 6 എന്ന് മാത്രം കിട്ടും. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പൊ ഈ മോഡുലസിന്റെ വാല്യൂ ഇത് പ്ലസ് ആകാം മൈനസും ആകാം അല്ലെ? കാരണം ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതുന്നതാണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് എടുത്താൽ 2 സൈഡും ക്യാൻസൽ ചെയ്ത് 0 = 0 എന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എന്നാണ്. മോഡുലസ് കളയുമ്പോൾ അതിൽ നെഗറ്റീവ് വാല്യൂ ചൂസ് ചെയ്യുന്നു. സോ ഇവിടെ എന്ത് കിട്ടും? മൈനസ് ഓഫ് ദിസ് ഇക്വേഷൻ ബൈ √13 ഞാൻ നേരത്തെ ക്യാൻസൽ ചെയ്തു. ഈ 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. 18x1 + 12y1 + 11 = 0. അതിന് നമുക്ക് x1 y1 ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണല്ലോ. ജനറൽ ഇക്വേഷൻ ആകുമ്പോൾ 18x + 12y + 11 = 0 എന്ന് എഴുതാം. ഇവിടെയാണ് കളി നടക്കുന്നത്. രണ്ടും ഇക്വേറ്റ് ചെയ്ത് പല കുട്ടികളും 0 = 0 എന്ന് എഴുതിക്കാം, കുറച്ച് തലയിൽ ആൾതാമസമുള്ളവർ. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ പ്ലസ് വരാം മൈനസ് വരാം. അതിൽ മൈനസ് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ ഇതും ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്, പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കോൺസെൻട്രിക് വിത്ത് ദിസ് സർക്കിൾ ആൻഡ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. അല്ലെ, എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്? സെന്റർ സെയിം ആയിട്ടുള്ള സർക്കിൾസ്, അതാണ് കോൺസെൻട്രിക് സർക്കിൾ. അപ്പോൾ നമുക്ക് കാണേണ്ട സർക്കിളും ഈ സർക്കിളും കോൺസെൻട്രിക് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ട സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? ഈ സർക്കിളിന്റെ സെന്റർ കാണുക. നിങ്ങൾക്കറിയാം 2g എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് -6, അപ്പൊ g കിട്ടിക്കഴിഞ്ഞു. 2f എന്ന് പറഞ്ഞാൽ y-യുടെ കോഎഫിഷ്യന്റ് -8, f കിട്ടി. സെന്റർ എന്താണ്? -g, -f, ദാറ്റ് ഈസ് 3,4. അപ്പൊ നമുക്ക് കാണേണ്ട സർക്കിളിന്റെ സെന്റർ കിട്ടി. നമുക്ക് കാണേണ്ട സർക്കിളിലെ ഒരു പോയിന്റും അറിയാം. അപ്പൊ ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? റേഡിയസ്. അപ്പൊ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. ഫോർമുല √(x2 - x1) + y2 - y1 2. അപ്ലൈ ചെയ്യുമ്പോൾ √52. സെന്റർ കിട്ടി, റേഡിയസ് കിട്ടി. ഇക്വേഷൻ കാണാൻ നമുക്കറിയാം എന്താണ് ഫോർമുല? x - h² + y - k² = r². h എന്ന് പറഞ്ഞാൽ 3, k എന്ന് പറഞ്ഞാൽ 4, r എന്ന് പറഞ്ഞാൽ √52. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതിന് ജനറൽ ഫോർമുല ഒന്നും എഴുതണ്ട. നെക്സ്റ്റ്, ഫോർ എ പരാബോള എക്സെൻട്രിസിറ്റി ഈസ്. ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ ടെക്സ്റ്റിലില്ല, പക്ഷെ നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞാണ് പരാബോളയുടെ എക്സെൻട്രിസിറ്റി 1, എന്നാൽ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി <1. ഹൈപ്പർബോളയുടെ എന്താണ്? >1 എന്ന ഐഡിയ നിങ്ങൾക്കുണ്ട്. അടുത്തതാണ് നമ്മുടെ കൈവിട്ടുപോയ ക്വസ്റ്റ്യൻ. ചോദ്യകർത്താവിന് ക്വസ്റ്റ്യൻ തെറ്റിയും പോയി. നമുക്ക് ഇത്തരത്തിലുള്ള എന്താണ് പരാബോളയും എലിപ്സും ഹൈപ്പർബോളയും ഒന്നും നമ്മുടെ സിലബസിലും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പരാബോള എന്ന് പറഞ്ഞാൽ y² = 4ax അല്ലെങ്കിൽ തിരിച്ച് x² = 4ay ഈ ടൈപ്പേ ഉള്ളൂ. എലിപ്സ് ആണെങ്കിലും x² y² മാത്രമേ ഉള്ളൂ, എക്സും y ഒന്നും ഇല്ല. അപ്പൊ ഇത് വേണമെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇതും ചെയ്യാനൊക്കെ പറ്റും. x²ന്റെയും y²ന്റെയും കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് ഇതെന്താണ്? സർക്കിൾ ആണെന്ന് പറയാം. പക്ഷെ അത് ക്വസ്റ്റ്യൻ തെറ്റാണ്. നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സർക്കിൾ ഒന്നും കിട്ടുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് എന്താണ് ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിയിലേക്ക് മാറ്റാം. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയൊക്കെ ചെയ്യാം, പക്ഷെ അത് എന്തായാലും നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുന്നതല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി, ഞാൻ ആൻസർ കീയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയൊക്കെ ചെയ്തു നോക്കാം, പക്ഷെ 2 റോങ് ക്വസ്റ്റ്യൻ ആണ്. ജിയോജിബ്രയിൽ വരയ്ക്കുമ്പോൾ അത് കിട്ടുന്നേ ഇല്ല. ഓക്കെ,
അപ്പൊ ഇതാണ് 8 ക്വസ്റ്റ്യൻ. അപ്പൊ ഈ മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ ആക്ച്വലി ടഫ് ഉള്ളൂ, ബാക്കി എഴുതിക്കൂടെ? അങ്ങനെയാകുമ്പോൾ അതൊരു പ്രശ്നമുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ ആദ്യമേ ഈ ടഫുള്ള ക്വസ്റ്റ്യൻ കണ്ടു പേടിച്ചു, അതാണ് വിഷയം. ഓക്കെ, which of the following is a finite set? നമ്മൾ പഠിച്ചിട്ടുണ്ട് null set is a finite set അല്ലേ? so null set is the answer. ബാക്കിയൊന്നും ഫൈനൈറ്റ് സെറ്റ് അല്ല എന്ന തിരിച്ചറിവുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ സി ഈക്വൽ ടു ദിസ് റിസൾട്ട്. അപ്പൊ ആദ്യം പ്രൂവ് ചെയ്യാനുള്ളതിന്റെ LHS എടുക്കുക. അതെന്താണ്? എ മൈനസ് ബി യൂണിയൻ സി. അതിൽ ആദ്യം ബി യൂണിയൻ സി കാണുക, ബിയിലെയും സിയിലെയും എല്ലാം എഴുതുക. അപ്പൊ എന്നിട്ട് 2 4 6 1 5 കിട്ടി. അടുത്ത് എ മൈനസ് ബി യൂണിയൻ സി, എയിൽ ഉണ്ടാകണം, ഈ ബി യൂണിയൻ സിയിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് 1 2 4 5 6 പോയിട്ട് ബാക്കി ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 3 7, അത് 2 മാത്രമല്ലേ? അപ്പൊ LHS കിട്ടി. ഇനി റൈറ്റ് സൈഡ് കിട്ടാൻ ആദ്യം എ മൈനസ് ബി കാണുക. എയിൽ ഉണ്ടാകണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എയിൽ ഉണ്ടാകണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ 2 4 6 പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എഴുതണം. 1 3 5 7, അതാണ് ഏത്? എ മൈനസ് ബി. 1 3 5 7. ഇതേപോലെ എ മൈനസ് സി എഴുതുക. എ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, അതായത് 1 5 പോയിട്ട് ബാക്കിയുള്ളത് എഴുതുക. എന്നിട്ട് ഇത് രണ്ടിന്റെ കൂടെ ഇന്റർസെക്ഷൻ എടുക്കുക, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ 3 7 മേളത്തെ കിട്ടി. LHS ഈക്വൽ ടു RHS. ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇതിന്റെ മാർക്ക് തരാനാണ് സാധ്യത. ഇവിടെ ഇത് വളഞ്ഞു പോകുന്നത് ഏത് പോയിന്റ് ആണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഈ -1 വെച്ച് വളഞ്ഞായിരിക്കും ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തത്. പക്ഷെ പ്രിന്റിംഗ് സമയത്ത് ഇങ്ങനെ ഒരു പാളിച്ച വന്നു പോയതാകാനാണ് സാധ്യത. നമുക്ക് ഈ ക്വസ്റ്റ്യൻ റീഡിഫൈൻ ചെയ്യാം. ഈ സംഗതി -1 വെച്ചാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതെങ്കിൽ ഇവിടെ ഒരു പല പിള്ളേരും ഈ ലൈനും കണ്ടിട്ടുമില്ല അല്ലെ? ഇവിടെ ഡാർക്കൺ ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷേ എക്സാമിനേഷന്റെ ടെൻഷന്റെ ഇടയിൽ പലരും പറയുന്നത് ഈ ലൈനേ നമ്മൾ കണ്ടില്ല എന്നാണ്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഹോറിസോണ്ടൽ ലൈൻ, അത് ഒന്ന് തെറ്റിദ്ധരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കറിയാം എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും ചെറുതോ ആകുമ്പോൾ, എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും ചെറുതോ ആകുമ്പോൾ യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ x² ആണ്. പക്ഷെ അത് 0യിൽ വളഞ്ഞു പോകണം. ഇത് -1 വളഞ്ഞു പോകുന്നു. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? x² -1, ഒരു യൂണിറ്റ് താഴെ വളഞ്ഞു പോകുന്നു. അടുത്ത് 1നേക്കാളും വലുത് വരുമ്പോൾ എന്താണ്? 2 മുതലാണ്, എല്ലാം 2ആണ് ആൻസർ അല്ലേ? അപ്പോൾ 1നേക്കാളും വലുത് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താണ്? 2. അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് √x² -1. ഇവിടെയും ചോദ്യകർത്താവിന് ശബ്ദക്കുറവ് കാരണം ഒരു അബദ്ധം പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. √9 - x², 4 - x², അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സിലബസിലുള്ളത്. പെട്ടെന്ന് ചെയ്യാം. ഇത് ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ജിയോജിബ്ര ഉപയോഗിച്ച് ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമുക്ക് പരീക്ഷാ ഹാളിൽ ജിയോജിബ്ര ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് സിംപ്ലിഫിക്കേഷൻ തന്നെ ചെയ്യണം. അത് കുറച്ച് പണിയുണ്ട്. ഡൊമൈൻ കാണണമെങ്കിൽ ഈ റൂട്ടിനകത്തിരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കണം. x² -1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു +or -1. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ ഇന്റർവൽ -1,1 എന്ന് കിട്ടും. കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂസ് കൊടുത്താൽ മതി. ഇതിനകത്ത് 0 മുതൽ ഇൻഫിനിറ്റി വരെ. ആൻസർ എന്തായിരിക്കും? ക്ലോസ്ഡ് ഇന്റർവൽ 0 to ∞. അതൊരു ടഫ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ടഫ് ആയതുകൊണ്ട് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, sin π + x തേർഡ് ക്വാഡ്രന്റിൽ വരും. സോ -sin x. പൈ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ, പക്ഷെ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. നെക്സ്റ്റ് cos x -1/2 ആൻഡ് π ലെസ് ദാൻ x ലെസ് ദാൻ 3π/2. നമ്മുടെ ടെക്സ്റ്റിൽ x ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ തന്നു. π എന്ന് പറഞ്ഞാൽ 180, 3π/2 90 270. ഇത് ഏത് ക്വാഡ്രന്റ്? 180നും 270നും ഇടയ്ക്ക് വരുന്നത്. ആദ്യത്തെ ക്വാർട്ടറിൽ 90 വരെ, രണ്ടാമത്തെ ക്വാർട്ടറിൽ 180 വരെ, തേർഡ് ക്വാർട്ടറിന്റെ ആകുമ്പോൾ 270 വരെ. 180 മുതൽ 270 എവിടെയാണ്? തേർഡ് ക്വാഡ്രന്റ് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വാല്യൂ കാണണം. അതൊരു പ്രശ്നമേ അല്ല. കോസ് തന്നാൽ സൈൻ കാണാൻ നിങ്ങൾക്കറിയാം. ട്രയാങ്കിൾ വരയ്ക്കുക. ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ്. ഇതെന്താണ്? ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? അപ്പോൾ അഡ്ജസന്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് 2. ഈ സൈഡ് കാണുക √3. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, √3/2. തേർഡ് ക്വാർട്ടറിൽ സൈൻ എന്താണ്? നെഗറ്റീവ്. പരിപാടി കഴിഞ്ഞു. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. √3/1 എന്ത് കിട്ടി? √3. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ്. അത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ -2/√3. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലില്ല, എന്നാൽ ഇതൊരു പ്രശ്നമുള്ള ക്വസ്റ്റ്യനേ അല്ല. 4 tan² x -3 cos² x.
4 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ √3 സ്ക്വയർ 3 മൈനസ് 3 ഇൻറ്റു അടുത്ത ഇവൻ്റെ സ്ക്വയർ 4/3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് i⁻10 പ്ലസ് i⁻11 പ്ലസ് i⁻12 പ്ലസ് i⁻13 i⁻4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ എന്താണ് നിങ്ങൾക്കറിയാം 1. അപ്പോൾ ഇത് i⁻8 1 പിന്നെ എന്താണുള്ളത് i², അതിന്റെ വാല്യൂ -1. അടുത്ത് വരുമ്പോൾ എന്ത് വരും -i വരും. അടുത്ത് വരുമ്പോൾ +1 വരും. ഇതെന്താണ് +i. എല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾക്കറിയാം 3 - 2i the whole square a - b the whole square എക്സ്പാൻഡ് ചെയ്യുക a² - 2ab plus b². i² എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇവിടെ -4 വരും. 9 ൽ നിന്ന് 4 കുറച്ചാൽ 5 5 - 12i എന്ന ആൻസറിലേക്ക് എത്താം. അടുത്ത മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓഫ് 5 - 12i അറിയാം. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണുന്ന ഫോർമുല തന്നെ നമുക്കുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ ചെയ്തിരിക്കുന്നത് z ബാർ ബൈ മോഡ് z സ്ക്വയർ. z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് 5 + 12i ബൈ മോഡ് z സ്ക്വയർ റൂട്ട് 25 + 144 റൂട്ട് 169 അതിന്റെ സ്ക്വയർ 169. അങ്ങനെ ഈസി ആയിട്ട് എത്താം. അല്ലെങ്കിൽ ഈ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണാം. z മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് 1/z എന്ന ആശയം ഉപയോഗിച്ചാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. അടുത്തത് ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ സോൾവ് ദ ഇനിക്വാളിറ്റി ആൻഡ് മാർക്ക് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. സോ എന്താണ് ഇത് സോൾവ് ചെയ്യണം നിങ്ങൾക്കറിയാം 37 അല്ലെ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3x -5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9x അടുത്തത് -8x + 24 എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. ബാക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് എന്ത് കിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 2 അതിനേക്കാളും താഴെ. ഇത്രയും മതി. സൊല്യൂഷൻ സെറ്റ് എഴുതാം. 2 അതിനേക്കാളും താഴെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവൽ -∞, 2 ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. 2 അതിനേക്കാളും ചെറുത് അപ്പൊ 2ന്റെ അവിടെ സർക്കിൾ ഇടുക, ഡാർക്കൺ ചെയ്യുക, ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. 2നേക്കാളും ചെറിയ വാല്യൂസ് എന്ത് ചെയ്താൽ മതി ഷെയ്ഡ് ചെയ്താൽ മതി. അടുത്തത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്പേഴ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. Rogan obtained 70 and 60 marks in first 2 examination. Find minimum marks he should get in the third examination to have an average of at least 50 marks. Third examination score ചെയ്യുന്ന മാർക്ക് എന്തെന്നിരിക്കട്ടെ x. സോ ആവറേജ് ഓഫ് 3 എക്സാം കാണുന്ന ഫോർമുല 3 മാർക്ക് ആഡ് ചെയ്യുക by 3. ഈ ആവറേജ് മിനിമം 50% ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ 150 ഇവിടെ സിംപ്ലിഫൈ 130 + x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. അതായത് തേർഡ് എക്സാമിനേഷന് മിനിമം എന്താണ് 20 മാർക്ക് സ്കോർ ചെയ്യണം. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ദ എക്സ്പാൻഷൻ 1 - x the whole raised n. നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 0. 1+ ആണെങ്കിൽ ആൻസർ എന്താണ് 2n. അടുത്തത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം. ടെക്സ്റ്റിൽ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് വന്നു. പല കുട്ടികളും ടെക്സ്റ്റിലെ ആൻസർ ഒക്കെ കാണാതെ പഠിച്ച് എഴുതി കാണും. a+b the whole raised 4 ആദ്യം കണ്ടെത്തുക. ദെൻ a - b the whole raised 4 കണ്ടെത്തുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു സംഗതി കിട്ടും. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ a+b the whole raised 4 എക്സ്പാൻഷൻ എഴുതുക. a - b the whole raised എഴുതുക. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ എയുടെ സ്ഥാനത്ത് √3 ബിയുടെ സ്ഥാനത്ത് √2 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടും. 98 ആണ് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് ഫൈൻഡ് ഫോക്കൈ വെർട്ടിസസ് എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദിസ് ഹൈപ്പർബോള. സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണം. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ടേമിനെയും 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ x² / 16 - y² / 9 എന്ന് കിട്ടും. a² 16 b² 9 a കിട്ടി b കിട്ടി. c കാണുക √a² + b². ഹൈപ്പർബോളയിൽ c കാണുന്ന ഫോർമുല √a² + b². ദാറ്റ് ഈസ് √25 5 എന്ന് കിട്ടി. ഫോക്കൈ ± c, 0 അപ്പോൾ ± 5, 0. വെർട്ടിസസ് ± a, 0 4, 0. എക്സെൻട്രിസിറ്റി c/a എന്താണ് 5/4 അല്ലെ. എക്സെൻട്രിസിറ്റി c/a 5/4. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കാണുന്ന ഫോർമുല 2b²/a. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും ക്വസ്റ്റ്യൻ തെറ്റെന്നൊക്കെ ചെറുതി പറയുന്നു. അതിലൊന്നും കാര്യമില്ല. ജി ഇവിടെ 2, 3, 4 എന്നാൽ ഫിഗറിൽ 3, 2, 4 അത് നമ്മൾ നോക്കണ്ട. ഫിഗറിൽ എന്താണോ തന്നിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഞാൻ റോങ് ക്വസ്റ്റ്യൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫിഗർ തന്നിട്ട് കോർഡിനേറ്റ്സ് കണ്ടെത്തുന്നത്. അപ്പൊ ജി എന്ന് പറയുന്നത് 3, 2, 4. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഇത് ഏത് ആക്സിസിലാണ് എക്സ് ആക്സിസിലാണ്. നമ്മൾ ടെക്സ്റ്റിലൊക്കെ വരയ്ക്കുന്നത് ഇവിടെ y ആക്സിസ് ഇങ്ങോട്ട് എക്സ് ഇത് z എന്ന രീതിയിലാണ്. ഇവിടെ ചെറിയ മാറ്റം നൽകിയിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഫിഗറിനെ ബേസ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ്. അപ്പോൾ
y കോർഡിനേറ്റും z കോർഡിനേറ്റ് 0 അല്ലേ? അപ്പൊ a എന്ന പോയിന്റ് എന്താണ്? ഈ ഡിസ്റ്റൻസ് 3 ആണ്. 3, 0, 0 ഇത്രയേ ഉള്ളൂ. അടുത്ത് ബി എവിടെ ഇരിക്കുന്നു? ഇവിടെ ഇരിക്കുന്നു. അത് ഏത് പ്ലെയിനിലാണ്? y ആക്സിസും x ആക്സിസും കമ്പൈൻ ചെയ്യുന്ന പ്ലെയിൻ, ദാറ്റ് ഈസ് കോൾഡ് xy പ്ലെയിൻ. അപ്പൊ ബി എവിടെയാണ്? xy പ്ലെയിൻ. അപ്പൊ z കോർഡിനേറ്റ് 0. ഇനി ഇതിന്റെ x കോർഡിനേറ്റ് എന്താണ്? ഇതിന്റെ x കോർഡിനേറ്റ് എന്താണ്? 3 ആണ്. ഇതിന്റെ y കോർഡിനേറ്റ് എന്താണ്? ഇതാ നോക്കിയോ, ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ? സോറി, x കോർഡിനേറ്റ് എന്താണ്? 3 ആണ്. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y വാല്യൂ അല്ലേ? ഇതാ നോക്കിക്കോ, നേരെ വന്ന് ഇവിടെ 2 കണ്ടോ, ഇതാണ് y, ഇതല്ലേ y ആക്സിസ് കണ്ടോ, ഇതാണ് y ആക്സിസ്. അപ്പോൾ x വാല്യൂ 3, y വാല്യൂ 2, z വാല്യൂ എന്താണ്? 0. കാരണം ഇത് xy പ്ലെയിനിലാകുമ്പോൾ z കോർഡിനേറ്റ് 0. അപ്പൊ ഈ പോയിന്റ് എന്ത് വരും? 3, 2, 0. ഇനി അടുത്ത എന്താ വേണ്ടത്? സി എവിടെ ഇരിക്കുന്നു? സി ഇതാ ഇവിടെ. ഏത് ആക്സിസിൽ ഇരിക്കുന്നു? y ആക്സിസിൽ. അപ്പോൾ x കോർഡിനേറ്റും z കോർഡിനേറ്റ് 0. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 യൂണിറ്റ്. അപ്പോൾ 0, 2, 0. അടുത്ത് ഇ എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? z ആക്സിസിൽ. അപ്പൊ x 0, y 0. z കോർഡിനേറ്റ് എന്താണ്? 4, 0, 0, 4. അടുത്ത് എഫ് എവിടെ ഇരിക്കുന്നു? ദാ ഇവിടെ ഇരിക്കുന്നു അല്ലെ? എഫ് എന്ന് പറയുന്നത് ഏത് ആക്സിസ്? y ആക്സിസും z ആക്സിസും കമ്പൈൻ ചെയ്യുന്ന പ്ലെയിനിൽ. അപ്പോൾ y z പ്ലെയിനിൽ x കോർഡിനേറ്റ് 0. അടുത്ത y വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2. മറ്റേത് എത്രയാണ്? 5. അപ്പോൾ 0, 2, 5 എന്ന് എഴുതാം. അടുത്ത എച്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ? അത് ഏത് പ്ലെയിനിലാണ്? അത് വീണ്ടും എന്ത് തന്നെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ y z പ്ലെയിനിൽ. അപ്പൊ x കോർഡിനേറ്റ് 0, x കോർഡിനേറ്റ് 0 അല്ലെ? ഇത് എവിടെയാണ് വരുന്നത്? എച്ച് എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ്? y z പ്ലെയിൻ അല്ലെ? അപ്പൊ x കോർഡിനേറ്റ് 0. അടുത്ത x കോർഡിനേറ്റ് 0, y വാല്യൂ എത്രയാണ്? y വാല്യൂ എന്ന് പറയുന്നത് 5. അടുത്തത് എന്താണ്? 4. അപ്പൊ 0, 5, 4 എന്ന ആൻസറിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ അതിൽ ഡിസ്റ്റൻസ് കാണുക അല്ലെ? സിയും ജിയും അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, റൂട്ട് ഓഫ് x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, ആർക്ക് ലെങ്ത് 31.4 സെന്റിമീറ്റർ. ട്രിഗണോമെട്രിയിലെ ആദ്യത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ. കൺവെർട്ട് 25 into റേഡിയൻ മെഷർ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പഠിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ ആർക്ക് ലെങ്തുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. അത് റേഡിയൻ മെഷറിൽ π/3. ആർക്ക് ലെങ്ത് 31.4. തീറ്റ കാണുന്ന ഫോർമുല L/r അല്ലെ? അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റേഡിയസ് ഈക്വൽ ടു എന്ത് കിട്ടും? L/θ. നമുക്ക് റേഡിയസ് അല്ലേ ചോദിച്ചിട്ടുള്ളേ? അപ്പോൾ r ഈക്വൽ ടു L/θ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ഡ്രോ ദ ഗ്രാഫ് ഓഫ് cos x. അത് കാണാതെ പഠിച്ച് നമ്മൾ വേവ് ഫംഗ്ഷൻ പോലെ വരയ്ക്കാം, അല്ലെങ്കിൽ പോയിന്റ് പ്ലോട്ട് ചെയ്ത് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെറിയ പണിയാണ്, നമ്മൾ സ്ഥിരം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ചെയ്യാൻ പറ്റും. എന്താണ്? പ്രൂവ് ദാറ്റ് sin 2x plus 2 sin 4x plus sin 6x ഈക്വൽ ടു, ഇത് പ്രൂവ് ചെയ്യണം. LHS എടുത്തെഴുതുക. ഈ സം ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും അടുത്തടുത്ത് എഴുതുക. പ്ലസ് 2 sin 4x മാറ്റി വയ്ക്കുക. sin c പ്ലസ് sin d ഇതാണ് ഫോർമുല. അപ്പോൾ എന്താണ്? 2sc. അപ്പൊ 2 sin ആംഗിൾ കൂട്ടുക, പകുതി എടുക്കുക. അതാണല്ലോ പരിപാടി. അടുത്ത കോസ്, അടുത്തതാണ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, പകുതി എടുക്കുക. ഈ അവസാനത്തത് അതുപോലെ. അടുത്ത ഇവിടെ എന്താണ്? ഇത് 8x-ന്റെ പകുതി 2. അപ്പൊ അത് 4x വരും. ഇവിടെ എന്ത് വരും? 2x വരും. ഇതിലും 4x, ഇവിടെയും 4x, രണ്ടിലും 2 ഉണ്ട്. അപ്പൊ 2 sin 4x പുറത്തെടുത്താൽ 1 plus cos 2x എന്ന് കിട്ടും. അപ്പൊ 2 sin 4x ഇൻറ്റു പിന്നെ എന്താണ് നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള സാധനം എഴുതി, അതൊരു 2 cos square x, അല്ലെങ്കിൽ അത് ഫോർമുലയാണ് 1 plus cos 2x, അല്ലെങ്കിൽ cos 2x plus 1 എന്ന് പറയുന്നത് 2 cos square x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 18. ഡയറക്റ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മളൊരു സെൻസ് അപ്ലൈ ചെയ്യണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട. 9p5 വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുക്കുക, പ്ലസ് 9p4 വാല്യൂ കാൽക്കുലേറ്റർ കൊടുക്കുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇതൊരു നമ്പർ കിട്ടും. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു 10p1, 10p2, 10p3, 10p4 ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇവിടെയുള്ള നമ്പർ എപ്പോൾ കിട്ടുന്നു? r ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള വാല്യൂ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കാണുക, ഇത് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്ററിൽ കാണുക. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടത്തില്ലേ? ഒരു വലിയ നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ ആറിന് എന്ത് കൊടുക്കണം? ആറിന് ഒരിക്കലും 10നേക്കാൾ വലിയ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 1, 2, 3, 4, 5 കൊടുക്കുമ്പോൾ 10p5 കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. സോ r ഈക്വൽ ടു എന്താണ്? 5 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ സമാനമായ ക്വസ്റ്റ്യൻ. ഫൈൻഡ്
the number of 4-digit numbers that can be formed using the digits 1, 2, 3, 4, 5. No digit can be repeated. മൊത്തം 5 എണ്ണം ഉണ്ട്. 4 ഡിജിറ്റ് നമ്പറാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ 4 ഡിജിറ്റ് യൂസ് ചെയ്യണം. 5p4 5 അല്ലേ, മൊത്തം 5 എണ്ണം ഉണ്ട്. 4 എണ്ണം വെച്ച് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ആൻസർ 120. ഇതിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട്? അപ്പോൾ നമ്മളെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്ത് ചെയ്യാം. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ ഇതിനകത്തുള്ള ഏതൊക്കെ വരണം? ഫസ്റ്റ് പ്ലേസിനകത്ത് 2ഓ 4ഓ ഇത് മാത്രമേ വരാൻ പറ്റൂ. അത് ബ്ലോക്ക് ചെയ്ത് ബാക്കി ചെയ്യുമ്പോൾ ആൻസർ 2 × 24 ദാറ്റ് ഈസ് 48 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ് ഇഫ് ഓൾ ദ വവൽസ് occur together. ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും എല്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ABC GPയിലാണെങ്കിൽ b² എന്ന് പറയുന്നത് a × c. ആ ലോജിക് ഉപയോഗിച്ച് ചെയ്യണം. x √8 x/2 are 3 consecutive terms of a GP. then x എന്താണ്? നിങ്ങൾക്കറിയാം √8ന്റെ സ്ക്വയർ 8 അല്ലെ, ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. അപ്പൊ എന്ത് വരും? x²/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² = 16, x = എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അടുത്തത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇൻസേർട്ട് 2 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 അല്ലെ, 3 നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം ആ നമ്പേഴ്സ് A2 A3 A4 എന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ GPയിലായി. ഫസ്റ്റ് ടേം A എന്ന് പറഞ്ഞാൽ 1, ഇത് ഫിഫ്ത്ത് ടേം 256. ഫിഫ്ത്ത് ടേം കാണുന്ന ഫോർമുല A × R⁴. അടുത്ത് എയുടെ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R⁴ 256 ആണെങ്കിൽ എന്താണ്? 256നെ 4/4 എന്ന് എഴുതാം. സോ കോമൺ റേഷ്യോ എന്താണ്? 4. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു? 1. അപ്പോൾ സെക്കൻഡ് ടേം 4. അടുത്തത് കാണാൻ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് കാണാൻ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ റിക്വയർഡ് നമ്പേഴ്സ് 4, 16, 64. അടുത്തത് മസ്റ്റായിട്ട് പഠിക്കണം എന്ന് എല്ലാവരും പറഞ്ഞ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചു. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദ സം ഓഫ് 3 terms of a GP is 39/10 and their product is 1. Find the terms. അല്ലെ, ആ ടേംസ് എങ്ങനെ ചൂസ് ചെയ്യുക? A/R A/R അല്ലെ. ആദ്യം എന്താണ്? പ്രോഡക്റ്റ്. ഈ നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു 1. അപ്പൊ 6 മൾട്ടിപ്ലൈ A³ A = 1. അടുത്ത സം എന്ന് പറയുന്നത് 39/10. ഇതില് എക്ക് 1 കൊടുക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ R-ന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് ആ ടേംസ് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് അല്ലെ, 2 ലൈനിന്റെയും എന്ത് കാണുക? സ്ലോപ്പ് കാണുക. സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് എന്താണ്? അവയുടെ പ്രോഡക്റ്റ് -1 എന്ന് കിട്ടും. സ്ലോപ്പ് കാണുമ്പോൾ പ്രോഡക്റ്റ് എന്ത് കിട്ടും? -1. സോ എന്താണ്? ആംഗിൾ 90 എന്ന് പറയാം. അല്ല എങ്കിൽ നിങ്ങൾ tan θ കാണുമ്പോൾ നോട്ട് ഡിഫൈൻഡ് എന്ന് കിട്ടും. tan θ നോട്ട് ഡിഫൈൻഡ് ആണ്. θ എന്താണ്? 90. അങ്ങനെയും എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ 2 വെർട്ടിസസും തന്നിട്ടുണ്ട്. ഇതും 10ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഇല്ല. സെൻട്രോയിഡ് കാണുന്ന ഫോർമുല അറിയാലോ. x1 + x2 + x3/3, y1 + y2 + y3/3. അതാണ് സെൻട്രോയിഡ് കാണുന്ന ഫോർമുല. അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 4,7 എന്ന് കിട്ടും. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The perpendicular from origin to a line meets at the point -2,9. Find equation of the line. ആദ്യം സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ കാണുക. അപ്പോൾ 9/2 കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ റിക്വേർഡ് ലൈൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ -1/m. അപ്പോൾ മൈനസും പോവും. +2/9 എന്ന് കിട്ടും. നമുക്ക് കാണേണ്ട ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ കാണുന്ന ഫോർമുല y - y1 = m × x - x1. ഇതാണ് x1, ഇത് y1. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുക്കേണ്ടത് 2/9. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കിട്ടും. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ ഇത് 0, 0. ഇത് -29. ഡിസ്റ്റൻസ് കാണാൻ അറിയാമല്ലോ. √x² + y². 4 + 81 √85 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നേ ഉള്ളൂ. ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് A+ വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ടഫും ചില ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്കും ഒക്കെ ആയി വന്നപ്പോൾ കുട്ടികൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായി. പിന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് ക്രിസ്മസ് എക്സാമിനേഷൻ ബുദ്ധിമുട്ട് എന്ന് ബഹുഭൂരിപക്ഷം കുട്ടികൾ പറയാൻ കാരണം. തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. മോഡൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ള മോഡൽ മനസ്സിലാകും. അതിനുശേഷം പബ്ലിക് എക്സാമിനേഷന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.